ഹായ്, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി കുഞ്ഞൂസ്. ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചൂടുവെള്ളം, നാരങ്ങ നീര് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും 3-4 കുതിർത്ത ബദാമും അണ്ടിപ്പരിപ്പും ഇത്രയാണ് കഴിക്കുന്നത്. ചൂടുവെള്ളം, നാരങ്ങ പിഴിഞ്ഞ ചൂടുവെള്ളം, അതല്ലെങ്കിൽ ജീരകവെള്ളം, ചെറു ചൂടോടെ ജീരകവെള്ളം, അതൊരു ശീലമാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ദിവസവും രാവിലെ ആദ്യം അത് കുടിക്കും. ചെറു ചൂടോടെയാണ് കുടിക്കുക. അതിന് ശേഷമേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുതിർത്ത ബദാമും അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. ഒരു 8 മണിക്കാണത് കഴിച്ചത്. ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു 9:30 ആയപ്പം 2 അപ്പവും ഇത്തിരി കടലക്കറിയും 1 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. ചായ അങ്ങനെ നിർബന്ധമുള്ളൊരു ശീലമല്ല കേട്ടോ. അത് കാരണം ചായ കുടിച്ചില്ല. കാപ്പിയാണ് എനിക്കിഷ്ടം, പാൽക്കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ പാൽക്കാപ്പി ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് എന്ത് ചെയ്തു, 1 ഗ്ലാസ് വെള്ളവും 2 അപ്പവും അതിൻ്റെ ആവശ്യമായിട്ടുള്ള കടലക്കറിയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. ടി വി കണ്ടുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എത്ര നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ അത് കഴിച്ചു. സാധാരണ 2 അപ്പം തന്നെ കഴിക്കാറുള്ളൂ. പിന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആണെങ്കിൽ മാത്രം 2 അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ മാക്സിമം കഴിക്കും. അപ്പം ഇന്ന് 2 അപ്പേ കഴിച്ചുള്ളൂ. വയറ് നിറഞ്ഞിരിക്കണം പോലെ തോന്നി. കാരണം എന്നത്തേക്കാൾ കൂടുതൽ ബദാമും അണ്ടിപ്പരിപ്പും കഴിച്ചിട്ടുണ്ട്. എന്നാൽ അണ്ടിപ്പരിപ്പ് ഒരു 4-5 എണ്ണത്തിലേറെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തോന്നും കേട്ടോ രാവിലെ ഒരു ചൂടുവെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പവും കടലക്കറിയും കഴിച്ചു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 11 മണിയായപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. നല്ല ചൂടാണ്. ശേഷം ഒരു കഷ്ണം പീച്ചിരിക്കുന്നുണ്ടായിരുന്നു, പീച്ചോ പിയർ അങ്ങനെ എന്താ, അത് എന്ത് ചെയ്തു, മുറിച്ച് അത് കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ പിയറും കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ മധുരമുള്ള സാധനം കഴിക്കണം തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കേക്കിൻ്റെ ബാക്കിയും കൂടെ കഴിച്ചു. അതാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഏതാ ഫ്ലേവർ എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് ഞാൻ എന്ത് ചെയ്തു, കഴിച്ചു. ഞാൻ അതിൻ്റെ ഒരു പീസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കുറച്ചുകൂടെ തണുത്ത വെള്ളം കുടിച്ചു. ഭയങ്കര ചൂടാണ് ഇവിടെ. 1 മണിയായപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ വെച്ചു. ചോറും പയർ മെഴുക്കുവരട്ടിയും തൈരും ചമ്മന്തിയും. അച്ചാറുണ്ടായിരുന്നു, ഞാൻ അച്ചാർ എടുത്തില്ല കേട്ടോ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കഴിച്ചു. എനിക്ക് തൈരും ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. പിന്നെ പയർ മെഴുക്കുവരട്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമായിട്ട് അതും കൂട്ടിയിട്ട് എന്ത് ചെയ്തു, കഴിച്ചു. കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. ഈ കേക്കും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നതുകൊണ്ട് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. കുറച്ച് ചോറെടുത്തു, അത് മുഴുവൻ എന്ത് ചെയ്തു, കളയാതെ മുഴുവൻ കഴിച്ചു. പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ കാപ്പി കുടിച്ചു കേട്ടോ. 4 മണിയായപ്പം കാപ്പി ഉണ്ടാക്കി. കാപ്പിയും കുറച്ച് ചിപ്സ് കൊടുത്തു. ചിപ്സ് നല്ല ടേസ്റ്റല്ലേ, ചിപ്സും കഴിച്ചു. പക്ഷെ എനിക്ക് ഈ ചിപ്സ് കഴിച്ചാൽ നാവ് പൊട്ടും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാണ്. അപ്പം കുറച്ച് ചിപ്സും കഴിച്ചു, അതിൻ്റെ കൂടെ കാപ്പിയും കുടിച്ചു. പാൽക്കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് തന്നെ ഞാനത് നന്നായിട്ട് കുടിക്കാറുണ്ട്. അപ്പം അതും കുടിച്ചു. ഈ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ഡിന്നർ പുറത്തുനിന്നായിരിക്കും. കാപ്പി കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയും വെള്ളത്തിന് ദാഹം കേട്ടോ. വെള്ളം കുടിച്ചു. പിന്നെ ഒരു കഷ്ണം ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അതും കഴിച്ചു. കണ്ടപ്പോൾ കൊതി സഹിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഇന്ന്. പിന്നെ കുറച്ചുകൂടി വെള്ളം കുടിച്ചു. ഇന്ന് രാത്രി അപ്പം കബ്സയായിരുന്നു കഴിച്ചത്. അങ്ങനെ കബ്സയും കഴിച്ചു.